ഹലോ എവറിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് ഫോർ ലൂപ്പ്. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഡെഫിനിറ്റ് ലൂപ്പ് ഉണ്ട്, ഇൻഡെഫിനിറ്റ് ലൂപ്പ് ഉണ്ട് എന്നൊക്കെ നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിനകത്ത് ഇൻഡെഫിനിറ്റ് ലൂപ്പിനകത്തുള്ള രണ്ട് ടൈപ്പായിട്ടുള്ള വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ എടുത്തതുമാണ്. ഇനി നമ്മൾ ഡെഫിനിറ്റ് ലൂപ്പിനകത്തുള്ള ഫോർ ലൂപ്പാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ കാര്യം, അതായത് ഈ ഡെഫിനിറ്റ് ലൂപ്പിൻ്റെ കാര്യം നമ്മൾ മുന്നേ പറഞ്ഞതാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ ഡെഫിനിറ്റ് ലൂപ്പിനകത്ത് ആ ലൂപ്പിൻ്റെ ബിഗിനിങ് തന്നെ പറയും എത്ര പ്രാവശ്യം ഇത് ഐട്രേറ്റ് ചെയ്യും എന്നുള്ളത് അതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ഓർഡറിലാണ് അത് ഐട്രേറ്റ് ചെയ്യുക. എന്നാൽ ഇൻഡെഫിനിറ്റ് ലൂപ്പായ വൈൽ ലൂപ്പിനകത്തോ ഡു വൈൽ ലൂപ്പിനകത്തൊന്നും ബിഗിനിങ്ങിൽ നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, എത്ര ടൈംസ് ചെയ്യുമെന്ന് നമ്മൾ കൊടുക്കുന്നില്ല. അവരുടെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും റിസൾട്ട് നടക്കുന്നത്. എന്നാൽ ഫോർ ലൂപ്പിനകത്ത് നമ്മൾ ബിഗിനിങ്ങിൽ തന്നെ അത് സെറ്റ് ചെയ്ത് കൊടുക്കും. ദ ഫോർ ലൂപ്പ് ഇൻ സി ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു ഐട്രേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ എ പാർട്ട് ഓഫ് പ്രോഗ്രാം സെവറൽ ടൈംസ്. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ സം സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് ഐട്രേറ്റ് ചെയ്യണം. സെവറൽ ടൈംസ് ഐട്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇത്തരം ഫോർ ലൂപ്പ് പോലെയുള്ള ലൂപ്പുകൾ യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ഫ്രീക്വൻലി യൂസ്ഡ് ടു ട്രാവേഴ്സ് ദ ഡാറ്റ സ്ട്രക്ചേഴ്സ് ലൈക്ക് അറേ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. നമ്മൾ പൊതുവേ ലൂപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. അതിനകത്ത് കുറേ ഡാറ്റകൾ ഉണ്ടായിരിക്കും വൺ ആഫ്റ്റർ അനദർ ആയിട്ട്. അപ്പോൾ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇത്തരം ലൂപ്പുകൾ യൂസ് ചെയ്യാം. ഇവിടെ ഫോർ ലൂപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യണം, എങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഇത്ര പ്രാവശ്യമാണ് ഒരു ഇത്ര നമ്പേഴ്സ്, ഇപ്പോൾ 10 ടൈമാണ് അല്ലെങ്കിൽ അത്ര ഒരു പെർട്ടിക്കുലർ ടൈം നമുക്ക് ബിഗിനിങ്ങിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന കേസുകളിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫോർ ലൂപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കതിൻ്റെ സിൻറ്റാക്സ് എന്താണ് എന്ന് നോക്കാം. സിൻറ്റാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പ്രത്യേകത അതൊരു പ്രൊസീജിയറൽ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണോ ഓരോ ടൈപ്പിനുള്ള സിൻറ്റാക്സ് എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കോഡിങ് ചെയ്യാൻ. ഇവിടെ ഫോർ ലൂപ്പിൻ്റെ കേസ് നിങ്ങൾക്ക് കാണാം. സാധാരണ നമ്മൾ ആ ബ്രേക്കറ്റിനകത്ത് നമ്മൾ കണ്ടീഷൻ മാത്രമേ കൊടുക്കാറുള്ളൂ. ഇവിടെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്രഷൻ 1 സെമികോളൻ, എക്സ്പ്രഷൻ 2 സെമികോളൻ, എക്സ്പ്രഷൻ 3. ഓരോ എക്സ്പ്രഷൻസിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷനാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളിനെ നമ്മൾ അങ്ങ് ഇനീഷ്യലൈസ് ചെയ്യും. അതാണ് എക്സ്പ്രഷൻ 1-നകത്ത് നടക്കുന്നത്. എക്സ്പ്രഷൻ 2-ൻ്റെ കേസ് വരുമ്പോൾ അവിടെ കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ലെസ് ദാൻ ദിസ് നമ്പർ എന്നൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രഷൻ 2-ലാണ് കൊടുക്കുക. എക്സ്പ്രഷൻ 3-ലാണ് നമ്മൾ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് കൊടുക്കുക. നമുക്കിപ്പോൾ ഒരു വേരിയബിൾ വെച്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് ഇങ്ങനെ പോവേണ്ടി വരും എത്ര ടൈമാണോ അതുവരെ, അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്തായിരിക്കും പോവുക. അങ്ങനെ 2 രീതിയിലും നമുക്ക് എക്സ്പ്രഷൻ 3 കൊടുക്കാവുന്നതാണ്. പിന്നെ കേളി ബ്രേസ് സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് എന്ത് കോഡാണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് കൊടുക്കും. എന്നിട്ട് കേളി ബ്രേസ് ക്ലോസ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ സെമി കോളനൊക്കെ എവിടേക്കാണ് ഇടേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അവിടെയാണ് പലർക്കും കോഡിൽ ഇഷ്യൂസ് വരാറുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ഒന്ന് നോക്കാം. എന്താ നടക്കുന്നത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇനീഷ്യലൈസേഷൻ നടക്കുമെന്ന് പറഞ്ഞു. അതാണ് ആ എക്സ്പ്രഷൻ 1-ൽ നമ്മൾ കണ്ടത്. അവിടെ ഇനീഷ്യലൈസേഷൻ നടക്കും. പിന്നീട് നടക്കുന്നത് കണ്ടീഷൻ ചെക്കിംഗ് ആണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ എന്താണ് പാർട്ട് ഓഫ് ദി കോഡ്. നമ്മൾ പറഞ്ഞു ചിലപ്പോൾ പാർട്ടായിരിക്കും, ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ടാവുള്ളൂ, അത് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്, ഒന്നെങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും വേരിയബിൾ, അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും. എന്തായാലും ആ ഒരു പ്രോസസ്സ് നടക്കും. എന്നിട്ട് വീണ്ടും പോവും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും ഡിക്രിമെൻറ്റ് ഓർ ഇൻക്രിമെൻറ്റ് ചെയ്യും, വീണ്ടും കണ്ടീഷനിലേക്ക് പോകും. എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. ഏതുവരെ? കണ്ടീഷൻ ഫാൾസ് ആവുന്നത് വരെ. കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പിൽ അതങ്ങ് ടെർമിനേറ്റ് ആയി പോവും. അങ്ങനെയാണ് നമ്മുടെ ഫോർ ലൂപ്പിനകത്ത് കാര്യങ്ങൾ നടക്കുന്നത്. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇൻറ്റ് മെയിൻ ഇൻറ്റ് i = 1 നമ്പർ = 0. ഇവിടെ നമ്മൾ 2 വേരിയബിൾസ് i 1 എന്ന് പറഞ്ഞ 2 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷനാണ് കാണുന്നത്. അപ്പോൾ 2 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 10 വരെ കൊടുക്കണം. 5 ആണ് കൊടുത്തിട്ടില്ലെങ്കിൽ 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ടായിട്ട് വരണം. അപ്പോൾ ഏതോ ഒരു പെർട്ടിക്കുലർ നമ്പർ കൊടുക്കും നമ്മൾ. ആ കൊടുക്കുന്ന നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കിട്ടണം. ഓക്കെ, അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം?
യൂസറോട് ചോദിക്കണം ഒരു നമ്പർ അങ്ങ് എൻ്റർ ചെയ്യൂ, എന്നാലേ നമുക്ക് എന്നേറ്റുള്ളൂ ആ നമ്പർ യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്രിൻ്റ് ഓഫ് എൻ്റർ ചെയ്യുക നമ്പർ, ഒരു നമ്പർ എൻ്റർ ചെയ്യുക. സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി ആംബ്രസൻ നമ്പർ, ആ നമ്പർ അങ്ങ് സ്കാൻ ചെയ്യുക. അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടി, അത് 2 ആവും, 4 ആവും, 5 ആവും, 11 ആവും, ഏത് നമ്പർ ആവും. അപ്പോൾ ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫോർ i = 1, അതാണ് നമ്മൾ പറഞ്ഞ എക്സ്പ്രഷൻ 1. നമ്മളിവിടെ i 1 ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. i <= 10, അതാണ് നമ്മളുടെ എക്സ്പ്രഷൻ 2. അതായത് അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. നമ്മൾ കൊടുക്കുന്ന i എന്താവണം, 10നേക്കാൾ ചെറുതായിരിക്കണം, മാക്സിമം 10 വരെ പോകാം. പിന്നെ വരുന്നത് ഇൻക്രിമെൻ്റ് ഓപ്പറേഷനാണ് i++. അത്രയാണ് നമ്മളുടെ ഫോർ ലൂപ്പിൻ്റെ ബിഗിനിങ്ങിൽ കൊടുക്കുക. അവിടെ i++ കൊടുത്തു, അതേപോലെ തന്നെ i <= 10 കൊടുത്തു, ഇനീഷ്യലിൽ എന്ത് കൊടുത്തു, i = 1 കൊടുത്തു. അപ്പോൾ തന്നെ എന്തായി, എത്ര ടൈംസ് അത് ചെയ്യുമെന്ന് കറക്റ്റ് ഒരു ഐഡിയ നമുക്ക് കിട്ടി. പിന്നെ പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് ഡി നമ്പർ ഇൻറ്റു i, ആ നമ്പറും ആ ഐയും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് നമുക്ക് കിട്ടും. അങ്ങനെ എത്ര വരെ നമ്മൾ ചെയ്യണം, i = 10 ആവുന്ന വരെ ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ആദ്യം i = 1 ആണ്. അപ്പോൾ നമ്പർ ഇപ്പോൾ 2 ആണ് കൊടുത്തിട്ടുള്ളെങ്കിൽ ആ പ്രിൻ്റ് ചെയ്യുന്ന ആൾ എന്താണ് പ്രിൻ്റ് ചെയ്യാന്ന് പറയുമല്ലോ എൻ്റർ ചെയ്യുന്ന നമ്പറിന്ന്. അപ്പോൾ ആ യൂസർ എന്തോന്ന് സ്കാൻ ചെയ്ത് കൊടുക്കും. ഒരു പക്ഷേ 2 ആണെങ്കിൽ 2 × 1, 2 × 2, 2 × 3, 2 × 4 ആണ്. അങ്ങനെയാണ് ആ മൾട്ടിപ്ലിക്കേഷൻ നടക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം നമ്പർ ഇൻറ്റു i ചെയ്യും, പിന്നെ i++ ചെയ്യും. അപ്പോൾ എന്താണ്, i 2 ആയി. അപ്പോൾ 2 <= 10 ആണോ ചെക്ക് ചെയ്യും, ഓഫ് കോഴ്സ് അതെ. അപ്പോൾ വീണ്ടും നമ്പർ ഇൻറ്റു i ചെയ്യും, പിന്നെ i++ 3 ആകും. അപ്പോൾ 3 <10 ആക്കും. പിന്നെ 4 ആണോ നോക്കും, 5 ആണോ നോക്കും, 6 ആണോ, 7, 8, 9, 10 വരെ ഓക്കെ. 11 ആകും പിന്നെ, കാരണം 10 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും i ഇൻക്രിമെൻ്റ് ചെയ്യും. iക്ക് അവിടെ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടില്ല നമ്മൾ. അപ്പോൾ i പിന്നെയും 11 ആയി മാറും. അപ്പോൾ 11 <= 10 ആണോ ചെക്ക് ചെയ്യും, അല്ല. അപ്പോൾ എക്സിറ്റ് അടിച്ച് അതിൽ നിന്ന് പോരും, റിട്ടേൺ 0. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് നമുക്ക് കാണാം. എൻ്റർ ചെയ്യുക നമ്പർ എന്ന് പറഞ്ഞപ്പോൾ 2 ആണ് അടിച്ചത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് 2, 4, 6, 8, 10, 12, 14, 16, 18, 20 എന്ന് പറഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ട്, ആ ഒരു ഓർഡറിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് നമ്പർ വെച്ചിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഫോർ ലൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് ചിലർക്ക് ആ ഒരു ലോജിക്ക് ഒന്ന് ക്ലിയറായി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എക്സ്പ്രഷൻ 1 ഏത് കൊടുക്കണം, എക്സ്പ്രഷൻ 2 എങ്ങനെ കൊടുക്കണം, എക്സ്പ്രഷൻ 3 എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ സിൻറ്റാക്സിലാണ് വലിയൊരു പ്രശ്നം വരിക. സെമിക്കോളൻ ചില ആളുകൾ ബൈ മിസ്റ്റേക്കിൽ കോളനാക്കിയിട്ട് കൊടുക്കും, ചിലർ സെമിക്കോളൻ ഇടാൻ വിട്ടുപോകും. കാരണം അതിനകത്ത് കുറച്ചധികം സെമിക്കോളം പോലെ വരുന്നത് കൊണ്ട് പലർക്കും അതൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. എനിവേ കൺസെപ്റ്റ് സിമ്പിളാണ്, അതേപോലെ ലോജിക്കലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റുമാണ്, ഇമ്പോർട്ടൻറ്റും ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.